ഡേ 1 നമ്മൾ ചെറുപയറ്, പിന്നെ ചെറുപയറ്, വൻപയറ്, ചിയാ സീഡ്, കടുക്, ഉലുവ ഒക്കെ വെള്ളത്തിലിട്ട് ഒരു രാത്രി ഫുള്ള് സോക്ക് ചെയ്ത്, ഒരു രാത്രിയല്ല ഒരു 5-6 മണിക്കൂർ സോക്ക് ചെയ്ത്, എന്നിട്ട് പിന്നെ അത് ഊറ്റി വേറൊരു പാത്രത്തിൽ വെള്ളമൊക്കെ കളഞ്ഞിട്ട് അടച്ച് മുള പൊട്ടാൻ വേണ്ടിയിട്ട് ഒരു 7-8 മണിക്കൂർ വെയിറ്റ് ചെയ്തു. അതായത് പകല് സോക്ക് ചെയ്തിട്ടിട്ട് രാത്രിയാകുമ്പോൾ അത് ഊറ്റി വെച്ചാൽ നമ്മൾ രാവിലെ ആവുമ്പോഴത്തേനും അതിൽ അങ്ങനെ ഇന്ന് വെള്ളത്തിലിട്ട് വെച്ച് ഇന്ന് രാത്രി ഊറ്റി വെച്ച് രാവിലെ ആകുമ്പോഴത്തേനും ചെറുതായിട്ട് ഇങ്ങനെ മുള പൊട്ടി വരുന്ന ആ ഒരു കണ്ടീഷൻ ആകുമ്പോൾ നമ്മൾ ഒരു ബോക്സ് എടുത്തിട്ട് അതിൻ്റെ അടിയിൽ ഒരു 3-4-5 ലെയറിൽ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ടിഷ്യൂ പേപ്പറിൻ്റെ മുകളിൽ ഇതിങ്ങനെ അട്ടിക്ക് നിൽക്കാതെ ഇങ്ങനെ പരത്തിയിട്ട് ഈ സീഡ്സ് ഓരോന്നിലിട്ട് വെക്കും. എന്നിട്ട് ഈ ടിഷ്യൂ പേപ്പർ വെക്കുമ്പോൾ അതിൻ്റെ മുകളിൽ ആദ്യം കുറച്ച് വെള്ളം ഒഴിക്കണം, എന്നിട്ടാണ് ഈ സീഡുകൾ ഇടുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരു ടിഷ്യൂ പേപ്പറും കൂടി വെച്ചിട്ട് കുറച്ചും കൂടി വെള്ളം സ്പ്രേ ചെയ്തിട്ട്, വെള്ളം കെട്ടി കിടക്കാൻ പാടില്ല, അങ്ങനെ സ്പ്രേ ചെയ്തിട്ട് അടച്ച് ഇരുട്ടുള്ള സ്ഥലത്ത് ഒരു ദിവസമോ 2 ദിവസമോ ഒക്കെ എടുത്ത് വെക്കാം. നമുക്ക് നമ്മളെ ഈ സാധനം ഇപ്പം ഇതിൽ ഡേ 3 പറഞ്ഞൊരു കണ്ടീഷന് വരുന്നത് വരെ അടിച്ചു വെക്കുക. എനിക്കിപ്പോൾ 3-ാമത്തെ ദിവസം ആയപ്പോഴത്തേനും അത്യാവശ്യം വലുപ്പം വെച്ചു. അത് ഒരു റൂമിൻ്റെ ടെമ്പറേച്ചർ, സൺലൈറ്റ് കിട്ടാതിരിക്കുന്നത്, അതൊക്കെ വെച്ചിട്ട് അതിനൊക്കെ അടിസ്ഥാനത്തിലാവും അത് വളരുക. പിന്നെ സീഡിൻ്റെ ഗുണം അങ്ങനെ ഡേ 8 ഒക്കെ ആയപ്പോഴത്തേനും ഏകദേശം ഇത്ര വലുപ്പമായി. അതിൽ ചിയാ സീഡ് മാത്രം വളർന്നില്ല. ചിയാ സീഡ് പഴയതായിരുന്നു, ഒരുപാട് മുന്നേ വാങ്ങിച്ചതായിരുന്നു. അതുകൊണ്ടാണ് തോന്നുന്നത് അത് മാത്രം നാശമായി പോയി, ചീഞ്ഞു പോയി. ബാക്കി എല്ലാവരും കറക്റ്റായിട്ട് ഉണ്ടായി. ഒരു കാര്യം പറയാൻ മറന്നു, ഈ മുള പൊട്ടിക്കാൻ വേണ്ടി നമ്മൾ വെക്കുന്ന സമയത്ത്, അതായത് ഊറ്റി വെച്ചിട്ട് ഒന്നെങ്കിൽ ഒരു നല്ല കോട്ടൺ തുണിയിൽ വെള്ളമൊക്കെ കളഞ്ഞ് അങ്ങനെ കിഴി കെട്ടിയിട്ട് ഏതെങ്കിലും പാത്രത്തിൽ അടച്ചു വെക്കുക, ഇത് പിറ്റേ ദിവസം എടുക്കുക. അല്ലെങ്കിൽ നല്ല എയർ കിടക്കാത്തൊരു കണ്ടെയ്നറിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് അടച്ചു വെച്ചിട്ട് പിന്നെ ഒരു 7 മണിക്കൂർ കഴിഞ്ഞിട്ട് തൂക്കുക. അങ്ങനെ ചെയ്യണം കേട്ടോ. അങ്ങനെ വിവിധ തരം റെസിപ്പീസ് ഉണ്ട്, അതൊക്കെ ചെയ്യാം. ഞാൻ മുട്ട കൊണ്ടുള്ള റെസിപ്പിയാണ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ റെസിപ്പി എൻ്റെ അടുത്തുണ്ട്, കുക്കിംഗ് വീഡിയോ ഉണ്ട്.